CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള മയിൽ മണ്ഡലം സമ്മേളനം വേശാല വില്ലേജ് മുക്കിൽ ജൂൺ 14-15 ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. 25ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ടുള്ള മയിൽ മണ്ഡലം സമ്മേളനം 2025 ജൂൺ 14-15 തീയതികളിൽ വേശാല വില്ലേജ് മുക്കിൽ നടക്കും. സമ്മേളനത്തിൻ്റെ നഗരിയിൽ സഖാവ് പി നാരായണൻ നഗർ സലഫി BEd കോളേജിൽ അങ്കണത്തിൽ ഉയർത്താനുള്ള പതാക ജൂൺ 14 ഉച്ചയ്ക്ക് 1 മണിക്ക് പാടിക്കുന്നിൽ നിന്ന് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് PM അരുൺകുമാറിൻ്റെയും AIYFൻ്റെ നേതാവ് സഖാവ് വിജേഷ് നണിയൂരിൻ്റെയും നേതൃത്വത്തിൽ കൊണ്ടുവരും. പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് PK മധുസൂദനൻ രക്തപതാക കൈമാറും. സമ്മേളന നഗരിയായ പി നാരായണൻ നഗറിൽ എത്തിച്ചേർന്നാൽ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനർ സഖാവ് KC രാമചന്ദ്രൻ പതാക ഏറ്റുവാങ്ങും. പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗവും മുതിർന്ന സഖാവുമായിട്ടുള്ള സഖാവ് PP നാരായണൻ പതാക ഉയർത്തും. 3 മണിക്ക് പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും രാജ്യസഭയിലെ CPI നേതാവുമായിട്ടുള്ള അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ MP പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 4 മണിക്ക് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി KV ഗോപിനാഥൻ പ്രവർത്തന റിപ്പോർട്ടും മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KM മനോജ് കുമാർ ഭാവി പരിപാടിയും അവതരിപ്പിക്കും. 5 മണിക്ക് സഖാവ് കാനൻ രാജേന്ദ്രൻ നഗറിൽ വില്ലേജ് മുക്കിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ കേരള മഹിളാ സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് ES ബിജിമോൾ, CPI കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് R ശശി തുടങ്ങിയവർ പ്രസംഗിക്കും. 15 കാലത്ത് വീണ്ടും പ്രതിനിധി സമ്മേളനം തുടരും. പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് CP സന്തോഷ് കുമാർ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് A പ്രദീപൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സഖാക്കൾ താവം ബാലകൃഷ്ണൻ, വേലിക്കാത്ത് രാഘവൻ, PK മധുസൂദനൻ, അഡ്വക്കേറ്റ് P അജയകുമാർ, വെള്ളോറ രാജൻ തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തിൽ സംബന്ധിക്കും. മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിൽ നിന്നും ലോക്കൽ സമ്മേളനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 120 പേരും മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ 15 അംഗങ്ങളും ഉൾപ്പെടെ 135 പ്രതിനിധികൾ 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മേഖലയിൽ CPI വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിജീവിച്ചുകൊണ്ട് ഈ മേഖലയിൽ നാറാത്ത് മുതൽ മലപ്പട്ടം വരെയുള്ള 5 പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പാർട്ടി ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് പാർട്ടിയുടെ മയിൽ മണ്ഡല സമ്മേളനം നടക്കുന്നത്. 25ാം പാർട്ടി കോൺഗ്രസ് പഞ്ചാബിലെ ചണ്ഡീഗഡിൽ ചേരുമ്പോൾ രാജ്യത്താകെ CPI 100 വർഷം പൂർത്തീകരിക്കുകയാണ്. 1925 കാൺപൂരിൽ രൂപീകൃതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100 വർഷം പൂർത്തീകരിക്കുമ്പോൾ രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടി ഘടകങ്ങളുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ഏറെ മുന്നോട്ട് പോകാനുള്ള ചർച്ചകളും തീരുമാനങ്ങളും പാർട്ടിയുടെ മയിൽ മണ്ഡലം സമ്മേളനം കൈക്കൊള്ളും. ശനിയാഴ്ച 14-ാം തീയതി പാടിക്കുന്ന് പതാക ജാഥയോടുകൂടിയാണ് സൂചിപ്പിച്ചു കഴിഞ്ഞത്. അത് കഴിഞ്ഞ് പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം, അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് എല്ലാ ഒരുക്കങ്ങളും സംഘാടക സമിതി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. പൊതുവേ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൻ്റെ ഈ സമ്മേളനം നടക്കുന്ന ഭാഗങ്ങളിൽ പാർട്ടി അടുത്ത കാലത്ത് നല്ല ജനമുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ, സംഘടനാപരമായി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മേഖലയിൽ മയിൽ മണ്ഡല സമ്മേളനം നടത്താൻ വേണ്ടി പാർട്ടിയുടെ മയിൽ മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചത്.
7 ബ്രാഞ്ചായിട്ട് പാർട്ടി അവിടെ വളരുകയും അവിടെ പാർട്ടി അംഗസംഖ്യ വളരെയധികം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത് പാർട്ടി ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പേരില്ലാതിരുന്ന CPIക്ക് ഇടയങ്ങളില്ലാത്ത പ്രദേശങ്ങളിലൊക്കെ പാർട്ടി വളരുകയും ശക്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി പ്രതിഫലനം ആയിരിക്കും ഈ സമ്മേളനം. കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് പാർട്ടിക്ക് അത്ര ശക്തിയുള്ളൊരു മേഖല ആയിരുന്നില്ല കുറച്ചു കാലം വരെ. ഇപ്പോൾ നമ്മൾ സമ്മേളനം നടക്കുന്ന മേഖല വേശാല എന്ന് പറയുന്ന മേഖലയാണ്. അടുത്ത കാലത്തായി ഒരുപാട് ആളുകൾ നമ്മളെ പ്രസ്ഥാനത്തിൽ കടന്നു വരികയും അതിൻ്റെ ഭാഗമായി ഇവിടെ ആ സമ്മേളനം നടക്കുന്ന മേഖലയിൽ തന്നെ 4 പാർട്ടി ബ്രാഞ്ചുകളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 5 ബ്രാഞ്ചുകൾ ആ സമ്മേളനം നടക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വളരെ ശക്തമായൊരു മുന്നേറ്റം CPIക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ച ഒരു മേഖല എന്ന രീതിയിൽ സമ്മേളനം വളരെ ഗംഭീരമായി നല്ല ജനപങ്കാളിത്തത്തോടു കൂടി പൊതുസമ്മേളനം ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടിയാണ് സ്വാഗതസംഘം എന്ന രീതിയിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ ശരിക്കും ആ മേഖല ചുവപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ CPIയുടെ ഉദ്ദേശ്യം. അതിനനുസൃതമായി തന്നെയാണ് സ്വാഗത സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ നടന്നു വരുന്നത്. ഈ 2 ദിവസവും കൊണ്ട് പാർട്ടിയുടെ എല്ലാ മേഖലകളിലേക്കും നമുക്ക് ജനങ്ങളെ സമീപിക്കാനും ആവശ്യമായ ഫണ്ട് സമാഹരണം നടത്തുന്നതിനു വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്.